നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡ് കളിക്കാൻ ഇറങ്ങുകയാണ്. ആദ്യ പാദത്തിൽ നമുക്കറിയാം മാഡ്രിഡിൽ 3-3 സമനിലയായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്തായിരിക്കും മാഞ്ചസ്റ്ററിൽ നടക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്ത് തരം മത്സരമായിരിക്കും, തീപാറുന്ന പോരാട്ടമായിരിക്കും, സംശയമില്ല. ആദ്യ പാദത്തിൽ നമ്മൾ കണ്ടത് അതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിന്റെ പരിശീലകൻ ചില കാര്യങ്ങൾ ഈ കളിയെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും കളി എന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴൊക്കെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള മത്സരങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നാളെ, അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകളാണ്, നാളെ അതുപോലെയുള്ളൊരു പ്രകടനം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്പെക്ടാക്കുലർ ഗെയിം ആൻഡ് വെരി എന്റർടൈനിങ്, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതായത് ഈ മത്സരം, ഇന്നത്തെ മത്സരം ഒരു സ്പെക്ടാക്കുലർ മത്സരമായിരിക്കും, എന്റർടൈനിങ് ആയിട്ടുള്ള പോരാട്ടമായിരിക്കും എന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി പ്രവചിക്കുകയാണ്. അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സിറ്റിക്കെതിരെ കളിക്കുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഈ ഒരു മത്സരം. ഓഫ് കോഴ്സ് അവർ വളരെ മികച്ച ടീമാണ്. നമുക്ക് അവരിൽ ഒരു താരത്തെ ഫോക്കസ് ചെയ്താൽ ബാക്കി 10 താരങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡിവിജ്വൽ മെറിറ്റ്സ് ഉണ്ട്. അതേസമയം ഓരോ താരങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. മൊത്തത്തിൽ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തേ പറ്റൂ. അവർ ട്രബിൾ വിന്നേഴ്സ് ആയിട്ടുള്ള ടീമാണ്, അമേസിംഗ് ടീമാണ് എന്ന് ജൂഡ് ബെല്ലിംഗ്ഹാം മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ഇന്നൊരു കിടിലൻ പോരാട്ടം മാഞ്ചസ്റ്ററിൽ നടക്കും, അക്കാര്യത്തിൽ തർക്കമേതുമില്ല. പക്ഷേ ആ പോരാട്ടത്തിനൊടുവിൽ ആരായിരിക്കും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് കാലെടുത്ത് വെക്കുക? കാത്തിരുന്ന് കാണാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.